Hi guys, welcome back to our channel. അനുജാഞ്ചു അമ്മയും അച്ഛനും ഞാനും കൂടെ കുഴപ്പമില്ല അപ്പൊ അച്ഛനും അമ്മയും രണ്ടും ഉണ്ടായിരുന്നു. നമുക്കിന്ന് ആ കാണുന്ന പാറയുടെ മുകളിൽ ഒന്ന് കയറിയാലോ? വാടോ, പോയിട്ട് വരാം. നെടുമങ്ങാട് ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ പഴകുറ്റി വെമ്പായം റോഡിൽ വേങ്കവിളയിലാണ് ഈ ഒരു പാറ വരുന്നത്. തിരിച്ചിട്ടപ്പാറ എന്നും തിരിച്ചിറ്റൂർ എന്നും പറയാറുണ്ട്. ഇതിന് മുകളിൽ ഒരു ഹനുമാൻ ക്ഷേത്രവും താഴെയായി, അതായത് ഈ പാറയ്ക്ക് താഴെയായിട്ട് ഒരു ശിവവിഷ്ണു ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാറയുടെ മുകളിലേക്കാണ്. ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് 2 വഴികളുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എന്നാൽ അധികം ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അധികം പേരൊന്നും എത്തിച്ചേരാറില്ല ഇവിടേക്ക്. അതുകൊണ്ട് ഒരു ഗുണം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിയിലൊന്നും പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റോ ഒന്നും കാണാനൊന്നുമില്ല. ഒരുപാട് കുരങ്ങന്മാരും ബേർഡ്സും ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കുറച്ച് ടോപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആഞ്ജനേയ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ചെറിയൊരു ബോർഡ് ഇവിടെ കാണാം. ക്ഷേത്രത്തിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗും ഈവനിങ്ങും ആണ്. അപ്പോൾ ഇതിനല്ലാത്ത സമയങ്ങളിലും ആൾക്കാർ വരാറുണ്ട് ഇവിടെ. പാറ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ വെയിൽ കുറഞ്ഞ ഒരു സമയമായിരിക്കും നല്ലത്. ഒരു 3 മണിയോട് അടുപ്പിച്ച് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ വെയിൽ വരുന്നതിന് മുന്നേ രാവിലെ വരണം. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു 5 മണിയോട് കൂടിയാണ്. ഇപ്പം നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. നേരത്തെ കണ്ട പാറയുടെ സൈഡിൽ കൂടി നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ കാണുന്നതാണ് ഇവിടെയായിട്ട് ഇങ്ങനെ ഒരു കുളം. കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനും മറ്റുമായിട്ട് ഒരു കുളം ഇവിടെ കാണാം. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കുളമുണ്ട്. അപ്പം ഞാൻ കുഞ്ഞിലെ മുതലേ കേട്ടത് ഇത് ഒരിക്കലും വറ്റാത്ത കുളമാണ് എന്നൊക്കെയുള്ള ഐതിഹ്യം കേട്ട് വളർന്നതാണ്. എനിക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നത് കാര്യം മറ്റൊന്നുമല്ല, ഈ പാറയുടെ തൊട്ട് താഴെയായിട്ടാണ് എൻ്റെ വീട്. പക്ഷെ ഞാൻ ഇവിടെ ആകെ വന്നിരിക്കുന്നത് ഇതും കൂട്ടി 3ാമത്തെ വട്ടം മാത്രമാണ്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ തന്നെ വളരെ എന്താ പറയുക, ഒരു അടിപൊളി വ്യൂ എന്നൊക്കെ പറയാം. ഇനി നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് കയറാം. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കുളം, ഒരിക്കലും വറ്റാത്ത ഒരു തീർത്ഥ കുളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇതാണ്. കുളം എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധസമയത്ത് പരിക്കേറ്റ് വീഴുന്നുണ്ട് ലക്ഷ്മണൻ. അങ്ങനെ ആ ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹനുമാൻ മരുത്വാമല അന്വേഷിച്ചു പോകുന്ന ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഹനുമാൻ പല മലകളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സംശയം തോന്നുന്ന എല്ലാ മലകളും ഹനുമാൻ എടുത്തുകൊണ്ട് പോകുന്നു. ആ കൂട്ടത്തിൽ ഹനുമാൻ ഈ പാറയും കൊണ്ടുപോയത്രേ. ഒടുവിൽ അബദ്ധം മനസ്സിലാക്കിയ ഹനുമാൻ ഈ പാറയെ തിരികെ കൊണ്ടുവന്നിട്ടു. അങ്ങനെ തിരികെ കൊണ്ടുവന്നിട്ടതുകൊണ്ടാണ് ഈ പാറയ്ക്ക് തിരിച്ചിട്ടപ്പാറ അഥവാ തിരിച്ചിട്ടു എന്നുള്ളത് തിരിച്ചിറ്റൂർ എന്ന പേര് വന്നത് എന്നാണ് ഒരു ഐതിഹ്യം. ഈ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതുവഴിക്ക് നമുക്ക് ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് കയറാം. ഇവിടെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടി നട തുറന്നു കഴിഞ്ഞാൽ ദീപാരാധനയും ഒക്കെ ഉണ്ട്. 5:30-6 മണിയോടുകൂടി അമ്പലം അടയ്ക്കുന്നതാണ്.
ഇത് ക്ഷേത്രത്തിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ്. അസ്തമയവും നമുക്ക് കാണാം ഇവിടെ നിന്ന്. ഇതിപ്പോ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ അല്ലേ. ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നമ്മുടെ തിരുച്ചിട്ടൂർ എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമവും താഴെ ഒരു ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞല്ലോ അതും, പിന്നെ ഇവിടെ ഈ പാറയിലേക്ക് വരാൻ 2 വഴികളുണ്ടെന്നും ഞാൻ പറഞ്ഞു. ആ 2 വഴികളും ഒക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, ഇവിടെ എത്താനുള്ള ഒരു ഐഡിയ മനസ്സിലാകും. ഏത് വഴിയാണ് ഈസി, അതുവഴി നിങ്ങൾക്ക് വരാം. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്നോടൊന്ന് പറയണേ. ഇപ്പോൾ ഇവിടെ ഹനുമാന്റെ ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ദീപാരാധനയുടെ സമയമായി. നല്ല കാറ്റാണ്. നമ്മൾ ഈ തിരി വയ്ക്കുന്തോറും ആ കാറ്റ് വന്ന് അണച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വലിയ 2 പാറകളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് ഈ കാറ്റ് ഇങ്ങനെ അടിച്ചു വരുന്നത്. വാ, ഞാൻ അങ്ങോട്ടേക്ക് കാണിച്ചു തരാം. മാക്സിമം എനിക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു ഭദ്രദീപം കൊളുത്തി വെച്ചിരിക്കുന്നത് കാണാം. പണ്ട് ശിവന്റെ പ്രതിഷ്ഠ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അത്രേ. അപ്പോൾ അതാണ് ഇപ്പോഴും വിളക്ക് കൊളുത്തി ആരാധിക്കുന്നത്. അതുപോലെ അങ്ങകലെ ആ കാണുന്നത് ഹനുമാൻ നെഞ്ചു പിളർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ് കാണാം. മുറിവിനൊക്കെ ഇടുന്ന പല മരുന്നുകളും ഞാനിവിടെ കാണുകയുണ്ടായി. അപ്പൊ ഗൈസ്, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വെസ്റ്റേൺ കട്ട്സ് കാണാൻ പറ്റും. അത് മലകളാണ് വെസ്റ്റേൺ കട്ട്സ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മുടെ സിറ്റി കാണാൻ പറ്റും. ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മളെ ഫ്ലാറ്റ് കാണാൻ പറ്റും. അവിടെ ആയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ്. പിന്നെ കുറേ ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ട്. അതാ ലക്ഷ്മി അങ്ങനെ പറഞ്ഞേ. ഇതെങ്ങനെയുണ്ട് ഈ ഒരു വ്യൂ? ഒരു സന്ധ്യാസമയം, ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യൂ. നല്ല രസമായിരുന്നു. പക്ഷെ അധിക സമയം ഏട്ടന് ഇങ്ങനെ നിൽക്കാൻ സമ്മതിച്ചില്ല, വിളിച്ചുകൊണ്ടേയിരുന്നു. പുള്ളിക്ക് ഇങ്ങനെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഇവിടെ വരാനാണ് ഇഷ്ടം. അവരോടൊപ്പം ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ അടിച്ചു പൊളിച്ച് കുറച്ച് ബഹളമൊക്കെ വെക്കാമല്ലോ. ഗൈസ്, അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്. എല്ലാവരും വരണം. ലൊക്കേഷൻ ഞാൻ പറയാം, ഇപ്പം പറയാം. നെടുമങ്ങാട്, തിരുവനന്തപുരം നെടുമങ്ങാട് തിരിച്ചിട്ടു ശിവവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അവിടെ എൻ്റെ മുകളിലൊരു പാറയുണ്ട്. തിരുച്ചിട്ടപ്പാറ എന്നാണ് അതിൻ്റെ പേര്. അപ്പം എല്ലാവരും വരണം. ഓൾ കേരള എല്ലാവരും വരണം എന്നാണ് എൻ്റെ സജഷൻ. എൻ്റെ മാത്രമല്ല നിങ്ങളെ സജഷനാണ്. നല്ല സൂപ്പർ കിടില സ്ഥലം. പക്ഷെ എൻ്റെ വീട് ഇവിടെ ആയിട്ടും ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. ഈ ഇരിക്കുന്ന സാധനമൊക്കെ എത്ര പ്രാവശ്യം വന്നിട്ടാണ്, പക്ഷെ ഈ ഇരിക്കുന്ന സാധനത്തിന് ഒന്നും കൊണ്ടുവന്ന. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും വരണം. ഒരാളെന്നല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരും വരണം. വീഡിയോ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഫ്രണ്ട്സിൻ്റെ എല്ലായിടത്തും പറഞ്ഞാൽ എല്ലാവരും വരും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. പക്ഷേ വരുമ്പോൾ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയരുത്. ഇത്രയും നല്ല മനോഹരമായ സ്ഥലത്ത് ഇതുവരെയും ഇതൊന്നും ഞാനിവിടെ കണ്ടില്ല. അപ്പോൾ എല്ലാവരും വരുന്നുണ്ടോ? ഒരാൾ പോലെ മിസ്സാക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നാൽ പിന്നെ നമ്മളെ ട്രിവാൻഡ്രം സിറ്റി കാണാം. പിന്നെ എൻ്റെ വീട് കാണാം, എൻ്റെ ഫ്ലാറ്റ്.